Now we can study about the duct system. എന്തൊക്കെയാണ് ഇത് ഡക്റ്റുകൾ? ഇപ്പം മെയിലിനെ പോലെ മെയിലിന് 4 ഡക്റ്റുകൾ പഠിച്ചു നമ്മൾ. റെറ്റ ടെസ്റ്റിസ്, വാസ് ആഫറൻഷ, എപ്പിഡെർമിസ്, വാസ് ഡെഫറൻസ്. ഇതുപോലെ ഡക്റ്റുകളോട് ഡക്റ്റ് ആണ് ഫീമെയിൽ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡക്റ്റുകൾ? അപ്പോൾ ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട്. ചെറിയ ക്ലാസ് മുതൽ നമ്മളൊരു ഡയഗ്രാം പഠിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. നമ്മളെ ഒരു പോത്തിൻ്റെ ഒക്കെ തല പോലത്തെ ഒരു ഡയഗ്രാം. എന്താണ് ആ ഡയഗ്രാം? അതായത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ ഓവറി ഇങ്ങനൊരു ഡയഗ്രാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഡയഗ്രാമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡയഗ്രാം. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഈ ഓവറിയാണ്. ഇതാണ് ഓവറി. ഇനി പഠിക്കാൻ പോകുന്നത് ഓവിഡക്റ്റ് ആണ്. ഫസ്റ്റ് ഓവിഡക്റ്റ്. ഈ ഓവിഡക്റ്റ്, ദിസ് ഈസ് ഓവറി, ദിസ് ഈസ് ഓവിഡക്റ്റ്. ഓവിഡക്റ്റിന് മറ്റൊരു പേരെന്താ? ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയും. ഓവിഡക്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫെലോപ്പിയൻ ട്യൂബ്. Oviduct is also known as fallopian tube. ഈ ഫെലോപ്പിയൻ ട്യൂബ് അഥവാ ഓവിഡക്റ്റ് എത്ര ഭാഗങ്ങളുണ്ട്? ഡക്റ്റ് സിസ്റ്റത്തിലെ ആദ്യത്തെ ഭാഗമാണ് ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്റ്റ്. ഇതിന് എത്ര ഭാഗങ്ങളുണ്ട്? ഇതിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാം. ഏതൊക്കെയാണ് 3 ഭാഗങ്ങൾ? There is a portion, listen here, there is a portion very near to the ovary. This portion, a portion very near to the ovary is funnel shaped, with finger like structures. Funnel shaped is a funnel and finger like structures are also there. The funnel shaped portion is known as, this portion is known as infundibulum. Funnel shaped portion is known as infundibulum with its finger like structures. These finger like structures are known as fimbriae. Fimbriae, Fimbrae, fimbriae, infundibulum and fimbriae. എന്തിനാണ് ഇൻഫണ്ടിബുലവും ഫിംബ്രിയയും? ഓവിഡക്റ്റിന്റെ ഏറ്റവും ഓവറിക്ക് തൊട്ടടുത്ത, ശ്രദ്ധിക്കണം, ദ പോർഷൻ നിയർ ടു ദ പോർഷൻ ഓഫ് ദ ഓവിഡക്റ്റ് നിയർ ടു ദ ഓവറി. ഓവറിക്ക് തൊട്ടടുത്തുള്ള ഓവിഡക്റ്റിന്റെ ഭാഗത്ത് എന്തുണ്ട്? ഫണൽ ഷേപ്പ് ആണ്. അതുപോലെ ഫിംഗേഴ്സും ഉണ്ട്. ഈ ഫണൽ ഷേപ്ഡ് ആയ ഭാഗത്തിനെ പറയുന്ന പേരാണ് ഇൻഫണ്ടിബുലം. അതിന്റെ അറ്റത്ത് കാണുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഫിംബ്രിയെ. സോ ഫിംബ്രിയേറ്റഡ് ഫണൽ എന്ന് പറയാം നമുക്ക്. ദർ ഈസ് എ പോർഷൻ വെരി നിയർ ടു ദ ovary is a funnel shaped portion with finger like projections. As total we call it as fimbriated funnel. The funnel shaped portion is known as infundibulum and the finger like structures are known as fimbriae. So what is the function of this fimbriated funnel? Normally ovulation when ovulation takes place, what happen, suppose this is an ovum. When ovum is released from ovary, then it is catched by this funnel. If it is a small tube, it's very difficult to get into the tube. അതൊരു ചെറിയൊരു ട്യൂബാണ്, അതിൻ്റെ ഉള്ളിലേക്ക് എത്തത്തിരി പണിയാ. അതേസമയത്ത് ഇതൊരു ഫണൽ ആയതുകൊണ്ട് ഇങ്ങനെ അത് എടുക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഫിംബ്രിയേറ്റഡ് ഫണൽ ആണ് ആരുടെ ഈ ഫിംബ്രിയേറ്റഡ് ഫണലിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ സമയത്ത് ഓവത്തിനെ പെട്ടെന്ന് കളക്ട് ചെയ്യാനുള്ള ജോലിയാണ്. സോ ദിസ് ഈസ് ഫസ്റ്റ് പോർഷൻ വെരി നിയർ ടു ദ ഓവറി. ഇറ്റ് ഈസ് നോൺ ആസ് ഇൻഫണ്ടിബുലം വിത്ത് ഫിംബ്രിയെ. കുറച്ചുകൂടെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഒരു ഏരിയ. ദിസ് പോർഷൻ ഈസ് സംവാട്ട് ബൾജ്ഡ്. കുറച്ച് ബൾജ്ഡ് ആയ ഒരു പോർഷൻ നമുക്ക് കാണാം. ഈ ബൾജ്ഡ് ആയ പോർഷനെ, ഓവിഡക്റ്റിന്റെ രണ്ടാമത്തെ പോർഷൻ കുറച്ച് ബൾജ്ഡ് ആണ്. ഈ പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് ആംബ്യുള്ള. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ പോർഷൻ വളരെ നേരോ ആവും. അതായത് ദ പോർഷൻ വെരി നിയർ ടു ദ യൂട്രസ്. ദിസ് ഇസ് ദ യൂട്രസ്. യൂട്രസിന്റെ അടുത്തെത്തുമ്പോൾ അത് കുറച്ചുകൂടെ നേരോ ആവും. ഈ നേരോ ആയിരിക്കുന്ന പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇസ്തുമസ്. സോ there are 3 portions. Which are the 3 portion? One is the fimbria, infundibulum with fimbriae, fimbriated funnel. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഓവറിൽ നിന്ന് വിട്ട് പോകുമ്പോൾ എന്താ?
കുറച്ച് ബൾജ്ഡ് പോർഷൻ കാണാം. ഈ ബൾജ്ഡ് പോർഷനെയാണ് ആംബ്യുള്ള എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ വളരെ നേരോ ആവും. യൂട്രസിന്റെ അടുത്തെത്തുമ്പോൾ അത് നേരോ ആവും. ആ നേരോ പോർഷനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നാരോ പോർഷൻ അറിയപ്പെടുന്ന പേരാണ് isthmus. So there are 3 portions in your oviduct. Which are the 3 portions of the oviduct? One is called fimbriae, near to the ovary. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ കുറച്ച് ബൾജ്ഡ് ആയിരിക്കുന്ന ഭാഗത്തെ ആംബ്യുള്ള എന്ന് പറയും. വീണ്ടും പോകുമ്പോൾ കുറച്ച് നേരോ ആവും, നേരോ ല്യൂമൻ, ഉൾഭാഗം കുറച്ച് നേരോ ആവും. ആ ഭാഗത്ത് അത് നിയർ ദ യൂട്രസ് ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് isthmus. ഈ രണ്ടിനും കൂടെ ഇടയ്ക്കുള്ള ഒരു ഏരിയ ഇല്ലേ? ഈ ഏരിയയിലാണ് സത്യത്തിൽ എന്ത് പറയുന്നത്? ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദിസ് ഏരിയ. ഈ ഏരിയ എന്താ പറയുക? ആംബ്യുള്ളറി ഇസ്തിമിക് ജംഗ്ഷൻ. ആംബ്യുള്ളറി ഇസ്തിമിക് ജംഗ്ഷൻ എന്ന് പറയും. എന്താ പറയാ? ആംബ്യുള്ളറി ഇസ്തിമിക് ജംഗ്ഷൻ. അല്ലാതെ പണ്ടൊരു കുട്ടി പറഞ്ഞ പോലെ അബ്ദുള്ള ക്രിസ്മസ് ജംഗ്ഷൻ അല്ല. ആംബ്യുള്ളറി ഇസ്തിമിക് ജംഗ്ഷൻ എന്ന് നമ്മൾ പറയും. ആംബ്യുള്ളറി ഇസ്തിമിക് ജംഗ്ഷൻ. പഴയ ടെസ്റ്റില്, പുതിയ ടെസ്റ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങളുടെ ടെസ്റ്റ് പുതിയ ടെസ്റ്റ് ആണെങ്കിൽ അങ്ങനെയല്ല ഉണ്ടാവുക, ആംബ്യുള്ളറി റീജിയൻ ഉണ്ടാവുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ ആംബ്യുള്ളറി ആണ്, അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഇസ്മസ് ആണ്. ഏത് വേണമെങ്കിലും ചോദിക്കുക. എൻട്രൻസിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് ഏത് ഓപ്ഷൻ വന്നാലും ഉത്തരം എഴുതാം. അതായത് ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ്, ഒന്ന് ഓവിഡക്റ്റ് എന്ന് എഴുതാം, ഫെലോപ്പിയൻ ട്യൂബ് എന്ന് എഴുതാം, രണ്ടും എഴുതാം നമുക്ക്. പിന്നെ മൂന്നാമത്തെ എന്ത് എഴുതാം നമുക്ക്? ആംബ്യുള്ളറി ഇസ്തിമിക് ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതാം. ഇനി അതല്ല ആംബ്യുള്ളറി റീജിയൻ ആണെങ്കിൽ അത് എഴുതാം. പഴയ ടെസ്റ്റിൽ ഞാൻ അതിന്റെ ഡിഫറൻസ് പറഞ്ഞുതരാം. പഴയ ടെസ്റ്റിനകത്ത് ആംബ്യുള്ളറി ഇസ്തിമിക് ജംഗ്ഷൻ എന്ന് കാണാം. എന്നാൽ ഇപ്പോഴത്തെ പുതിയ ടെസ്റ്റില്, കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ടെസ്റ്റില് നിങ്ങൾക്ക് അത് കാണുന്നത് ആംബ്യുള്ളറി റീജിയൻ എന്നാണ്. എന്തായാലും ഇത് രണ്ടും കൂടെ ചോദിക്കില്ല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അത് വന്നാൽ നമ്മളെ കുറ്റമല്ലല്ലോ, അവരുടെ കുറ്റാണല്ലോ. അതായത് ആംബ്യുള്ളറി റീജിയൻ ആണ് സത്യത്തിൽ. അതിന്റെ ആംബ്യുള്ളറി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് ഇസ്തമസ് ആണ്. അതുകൊണ്ടാണ് ജംഗ്ഷനെ പറയുന്നത്. ഇതിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റും ഫെർട്ടിലൈസേഷൻ അവസാനിക്കാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഓൾ സെക്ഷൽ കോണ്ടാക്ട് ഡു നോട്ട് ലീഡ് ടു ഫെർട്ടിലൈസേഷൻ? എന്ത് ഉത്തരം നമ്മൾ അതിന് പറയാൻ പറ്റും? എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റും എന്തുകൊണ്ട് ഫെർട്ടിലൈസേഷനിൽ അവസാനിക്കുന്നില്ല? അതിന് ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റും അവസാനിക്കാതെ ഒരേ ഒരു കാരണമേ ഉള്ളൂ. എപ്പോഴാണോ ഓവറിയകത്തുനിന്ന് വരുന്ന സ്പേം ഓവവും പുറത്ത് ഇൻസെമിനേഷൻ നടത്തിയ ഫീമെയിൽ ബോഡിയിൽ എത്തുന്ന സ്പേമും ഒരേ സമയത്ത് ആംബ്യുള്ളറി ഇസ്തമിക് ജംഗ്ഷനിൽ എത്തുന്നത് ഓർ ആംബ്യുള്ളറി റീജിയനിൽ എത്തുന്നത്, ആ സമയത്ത് മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ഒന്ന് കുറച്ച് ഇപ്പുറത്തേക്കോ മാറിപ്പോയി കഴിഞ്ഞാൽ നടക്കില്ല. ഓൺലി ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ആംബ്യുള്ളറി റീജിയൻ ഓർ ആംബ്യുള്ളറി ഇസ്തമിക് ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ രണ്ടും ഒരേ സമയത്ത് എത്തുന്നത് എപ്പോഴാണോ ആ സമയത്ത് മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അടുത്തൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും മെൻസ്ട്രൽ സൈക്കിളിന്റെ 10 മുതൽ 17 ദിവസങ്ങൾ വരെ സെക്ഷൽ കോണ്ടാക്ട് പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം ഈ സമയത്താണ് രണ്ടും കൂടെ ഒന്നിച്ചെത്താനുള്ള ചാൻസ് ഉള്ളത്. ഇപ്പോൾ സ്പേം, വൈ ഓൾ ഫെർട്ടിലൈസേഷൻ ഡു നോട്ട് ലീഡ് ടു ഓൾ സെക്ഷൽ കോണ്ടാക്ട്, കോയിറ്റസ് എന്നൊക്കെ കാണാൻ നിങ്ങൾക്ക്. കോപ്പുലേഷനോ കോയിറ്റ് ഒക്കെ സെക്ഷൽ കോണ്ടാക്ട് ഉപയോഗിക്കുന്ന മറ്റു വാക്കുകളാണ്. എന്തുകൊണ്ടാണ് എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റും എന്തിൽ അവസാനിക്കാത്തത്? ഫെർട്ടിലൈസേഷൻ അവസാനിക്കാത്തത്? ക്വസ്റ്റിന് ഉത്തരം എഴുതേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഇഫ് ദ സ്പേം ആൻഡ് ഓവം റീച്ചസ് ദ ആംബ്യുള്ളറി റീജിയൻ ഓർ ആംബ്യുള്ളറി ഇസ്തമിക് ജംഗ്ഷൻ ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബ് simultaneously, that means at the same time, then only fertilization take place എന്നാണ്. അപ്പൊ ആദ്യത്തെ ഡക്റ്റ് എന്ന് പറയുന്നത് ഫെലോപ്പിയൻ ട്യൂബാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ഇനി അടുത്ത ഡക്റ്റ് എന്ന് പറയുന്നത് യൂട്രസ് ആണ്. യൂട്രസ് ഈസ് ദ അനദർ ഡക്ട് സിസ്റ്റം. യൂട്രസ് ഈസ് അനദർ ഡക്ട് സിസ്റ്റം. ഇതിനകത്ത് എന്തുണ്ട്? ഈ യൂട്രസിനകത്ത് യൂട്രസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെർട്ടഡ് പിയർ ഷേപ്ഡ്, പിയർ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടാണ്. അത് തലകുത്തനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവോ അതുപോലത്തെ ഒരു ഷേപ്പാണ്. ഈ ഏകദേശം നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് ഇതാണ് പിയർ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്. ഇത് തലകുത്തനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവില്ലേ? ഇങ്ങനെയുള്ള ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഇൻവെർട്ടഡ് പെയർ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഓർഗാനാണ്. ഇതിനെ യൂട്രസിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദിസ് ഈസ് യൂട്ടറസ്. യൂട്ടറസ് ഓൾസോ നോൺ ആസ് വോംബ്. വോംബല്ലേ? ദിസ് ഓൾസോ നോൺ ആസ് വോംബ്. WOMB എന്ന് പറയും. വോംബ്, യൂട്രസ് ഓർ വോംബ്.
ഇതിനുള്ളിൽ എത്ര ലെയേഴ്സ് ഉണ്ട്? യൂട്രസ് ഈസ് എ മസ്കുലാർ ഓർഗാൻ യു നോ, ബട്ട് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 3 ലെയേഴ്സ്. 3 ലെയർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ ലെയർ? ഏറ്റവും പുറത്ത് കാണുന്ന വളരെ നേരോ ആയിട്ടുള്ള ലെയറാണ്, വളരെ നേരോ, പക്ഷെ അത് വളരെ റിജിഡ് ആയിരിക്കും. ആ ഔട്ടർ ലെയറിനെ there are 3 layers in your uterus. യൂട്രസിനുള്ളിൽ 3 ലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഔട്ടർ ലെയറിന്റെ പേരാണ് പെരിമെട്രിയം. That is outer layer. Outer layer. Peri means outside. അറിയാലോ നിങ്ങൾക്ക്. Perimetrium. Then next one is called myometrium. Middle. This is the middle layer and the thick layer. This is the only layer which is made up of muscles. അതാണ് മയോ. മയോ എന്ന് പറഞ്ഞാൽ മസിൽ. മയോമെട്രിയം എന്ന് പറഞ്ഞാൽ ഇസ് എ തിക്ക് ലെയർ. പെരിമെട്രിയം എന്ന് പറയുന്നത് വളരെ തിന്നായ ലെയർ ആണ്, പക്ഷെ പ്രൊട്ടക്ഷനാണ് അതിന്റെ പ്രധാനപ്പെട്ട ജോലി. ഔട്ടർ ലെയർ. പിന്നെ ഉള്ളിലെത്തത് ഏറ്റവും തിക്കായ ഒരു ലെയർ ആണ്. ആ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മയോമെട്രിയം എന്ന് പറയുന്നത്. മയോമെട്രിയം ദ മിഡിൽ ലെയർ. ആൻഡ് ഏറ്റവും ഉള്ളിലുള്ള എൻഡോമെട്രിയം. എൻഡോ മീൻസ് ഇൻസൈഡ്, അറിയാലോ. എൻഡോമെട്രിയം ഈസ് ദ ഇന്നർ ലെയർ. ഇങ്ങനെ 3 ലെയേഴ്സ് ആണല്ലോ. പെരിമെട്രിയം ഈസ് ദ ഔട്ടർ ലെയർ, മയോമെട്രിയം ഈസ് ദ മിഡിൽ ലെയർ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മസിൽസ്. ഈ മസിൽസ് ആണ് സാധാരണ പാർച്ചുറേഷൻ സമയത്ത് ഒരു ഗർഭിണി ആയിരിക്കുമ്പോൾ ഈ മയോമെട്രിയം ഇങ്ങനെ വലുതായി വരിക ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. അതാണ് നമുക്ക് വയറിങ്ങനെ വലുതായി വരുന്നത്. എന്നാൽ ഒരു പ്രത്യേക സ്റ്റേജ് എത്തുമ്പോൾ ഈ മയോമെട്രിയം അങ്ങോട്ട് കൺട്രാക്ട് ചെയ്യും. അങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ബേബിയെ പുറത്തേക്ക് വിടുന്നത്. അതാണ് പാർച്ചുറേഷൻ എന്ന് പറയുക. അപ്പൊ എൻഡോമെട്രിയം ഈസ് ദ ഇന്നർ ലെയർ. ഏറ്റവും ഉള്ളിലത്തെ ലെയർ എൻഡോമെട്രിയം ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ, ഒരു പെൺകുഞ്ഞിന്റെ ശരീരത്തിൽ, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റീപ്ലേസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എൻഡോമെട്രിയം. എവറി 28 ഡേയ്സ് മെൻസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവറി 28 ഡേയ്സ് ഈ മയോമെട്രിയം ഇങ്ങനെ പോയി പുതിയത് ഉണ്ടാവുക. പിന്നെ മെൻസ്ട്രൽ ബ്ലഡിന്റെ കൂടെ ഈ എൻഡോമെട്രിയം, ഡാമേജ് ആയ എൻഡോമെട്രിയം അടക്കമാണ് പുറത്തോട്ട് വരുന്നത്. അപ്പൊ എവറി 28 ഡേയ്സ് മെൻസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവറി 28 ഡേയ്സ് ദിസ് എൻഡോമെട്രിയം ഈസ് റീപ്ലേസ്ഡ്. These are the 3 layers. Perimetrium is the outer layer. Myometrium is the middle layer, thick layer made up of muscles. And endometrium is the innermost layer which contain lot of blood vessels. ഈ എൻഡോമെട്രിയത്തിലുള്ള ബ്ലഡ് വെസല് പൊട്ടുമ്പോഴാണ് ബ്ലീഡിങ് ഉണ്ടാവുന്ന മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ ശരീരത്തിൽ നിന്ന് വേറെ എവിടുന്ന് വരുന്ന ബ്ലഡ് അല്ല അത്. എൻഡോമെട്രിയത്തിന്റെ കോൺസ്ട്രിക്ഷൻ സമയത്ത് ആ ബ്ലഡ് വെസൽ പൊട്ടി ആ ബ്ലഡ് ആണ് പുറത്തു വരുന്നത്. ഇറ്റ്സ് കോൾഡ് മെൻസ്ട്രൽ ഫ്ലോ. ദീസ് ആർ ദ 3 ലെയേഴ്സ് ഓഫ് ദ യൂട്രസ്. ഇനി യൂട്രസ് കഴിഞ്ഞാൽ കാണുന്ന ഒരു ഭാഗം, യൂട്രസ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗം നമ്മൾ കാണുന്നത് ഒരു നാരോ ഏരിയ ആണ്. ഈ നാരോ ഏരിയ എന്താ പറയുക, വളരെ നാരോ ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ നെക്ക് ഓഫ് ദ യൂട്രസ് ആണ്. യൂട്രസിന്റെ നെക്ക് എന്ന് പറയാം, കഴുത്ത് എന്ന് പറയാം. ഈ ഭാഗത്തെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് സെർവിക്സ്. അതായത് യൂട്രസ് കഴിഞ്ഞാൽ കാണുന്ന ചെറിയൊരു നെക്ക് ഓഫ് ദ യൂട്രസിനെ നമ്മൾ പറയുന്ന പേരാണ് സെർവിക്സ്. ഇതിനെയാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്, സെർവിക്കൽ കനാൽ. ഒരു ചെറിയ കനാലാണ്. ശരിക്കും വാട്ട് ഈസ് സർവീക്സ്? സർവീസ് ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ യൂട്രസ് ആൻഡ് വെജൈന. വെജൈനയുടെയും യൂട്രസിന്റെ ഇടയ്ക്ക് കാണുന്ന ഒരു ചെറിയ കനാലിനെയാണ് സർവിക്കൽ കനാൽ എന്ന് പറയുന്നത്. ആ ഭാഗമാണ് സർവീക്സ്. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ഈ സർവിക്കൽ ക്യാൻസർ ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന ക്യാൻസർ സർവിക്കൽ ക്യാൻസർ ആണ്. നോട്ട് ചെയ്യുക. അപ്പോൾ ഇത് യൂട്രസ്, ഇത് വെജൈന. അതിനിടയ്ക്ക് കാണുന്ന ചെറിയൊരു നാരോ കനാലിനെയാണ്, നെക്ക് ഓഫ് ദ യൂട്രസിനെയാണ് നമ്മൾ സർവിക്സ് ആൻഡ് സർവിക്കൽ കനാൽ എന്ന് പറയുക. അത് കഴിഞ്ഞാലുള്ള ഭാഗം, ഏറ്റവും അവസാനത്തെ ഭാഗം എന്താ? ദിസ് ഈസ് ദ വെജൈന. വെജൈന ഈസ് എ കോപ്പുലേറ്ററി ഓർഗാൻ. വെജൈന എന്ന് പറയുന്നത് എന്തിനു വേണ്ടി മാത്രമുള്ളതാണ്? ഒരു സെക്ഷൽ കോണ്ടാക്ടിന്, നമ്മളെ പെനിസ് പോലെ തന്നെ സെക്ഷൽ കോണ്ടാക്ടിന് വേണ്ടി മാത്രമുള്ള ഒരു ഭാഗമാണ് വെജൈന എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഡക്ട് സിസ്റ്റം. ഇതൊക്കെ ഡക്ട് സിസ്റ്റമാണ്. അതായത് ഫെലോപ്പിയൻ ട്യൂബ് ഡക്റ്റ് ആണ്, പിന്നെ എന്താണ്? ഫെലോപ്പിയൻ ട്യൂബ് ഡക്റ്റ് ആണ്, യൂട്രസ് ഡക്റ്റ് ആണ്, സർവിക്സ് ഡക്റ്റ് ആണ്, വെജൈനയും ഡക്റ്റ് ആണ്. അപ്പൊ ഡക്ട് സിസ്റ്റത്തിലാണ് ഇത്രയും കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഓവറി പഠിച്ചു, ഡക്ട്സ്. ഡക്റ്റിൽ ഏതൊക്കെ വരും? ഓവി ഡക്റ്റ്. ഓവി ഡക്റ്റിന് 3 ഭാഗങ്ങൾ. ഏതൊക്കെയാ 3 ഭാഗങ്ങൾ ഓവി ഡക്റ്റിന്?
ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ എന്താ പറയുക, ഇൻഫണ്ടിബുലം വിത്ത് ഫിംബ്രി എന്ന് പറയും. അത് കഴിഞ്ഞാൽ ആംബ്യുള്ള, അത് കഴിഞ്ഞാൽ ഇസ്തമസ്. പിന്നെ അടുത്തത് യൂട്രസ്. യൂട്രസിന് 3 ലെയേഴ്സ്. വിച്ചാർക്കൊക്കെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. വിച്ച് ആർ ദ 3 ലെയേഴ്സ് ഓഫ് യൂട്രസ്? ഏറ്റവും പുറത്തുള്ള പെരിമെട്രിയം, ഔട്ടർ ലെയർ. മയോമെട്രിയം, മിഡിൽ ലെയർ. എൻഡോമെട്രിയം, ഇന്നർ ലെയർ. ഓക്കെ, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് സർവിക്കൽ കനാൽ ഓർ സർവിക്സ്. പിന്നെ വെജൈന. വെജൈന ഇസ് ദ കോപ്പുലേറ്ററി ഓർഗാൻ. കോപ്പുലേറ്ററി മീൻസ് ഫോർ സെക്ഷൽ കോണ്ടാക്ട്. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി ഗ്ലാൻഡ്സ് ചോദിക്കുകയാണെങ്കിൽ കാര്യമായ ഗ്ലാൻഡ് ഒന്നും ഫീമെയിലിൽ ഇല്ല. മെയിലിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, 3 ഗ്ലാൻഡുകളുണ്ട്. ഏതൊക്കെയാ 3 ഗ്ലാൻഡുകൾ? അത് മെയിലിൽ കാണുന്ന ഗ്ലാൻഡ് സെമിനൽ വെസിക്കിൾ, ബൾബോ യുറേത്ര ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഇങ്ങനെ ഒരുപാട് ഗ്ലാൻഡുകളുണ്ട് അല്ലാതെ. പക്ഷെ എന്നാൽ ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഗ്ലാൻഡ് ഒന്നുമില്ല. പക്ഷെ ഒരു ഗ്ലാൻഡ് ഉണ്ട്. അത് നമ്മൾ ബർത്തോലിൻ ഗ്ലാൻഡ് എന്നാ പറയുക. ബർത്തോലിൻ ഗ്ലാൻഡ്. ബർത്തോലിൻ ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡിന്റെ ജോലി എന്താണെന്നറിയോ? ഈ ഗ്ലാൻഡിന്റെ ജോലി ഇക്വലന്റ് ടു ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ആണ്. അതായത് മെയിലിന് ഒരു സെക്ഷൽ ഫീലിംഗ് വരുമ്പോൾ ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, ഫോർ ലൂബ്രിക്കേഷൻ. അതുപോലെ ഫീമെയിലിന് സെക്ഷൽ ഫീലിംഗ് വരുമ്പോൾ ഈ ബർത്തോലിൻ ഗ്ലാൻഡ്, അതായത് വെജൈനൽ ഓറിഫൈസിന്റെ വെജൈനൽ ഓപ്പണിംഗിന്റെ 2 സൈഡിലുമാണ് ഈ ഗ്ലാൻഡ് കാണുന്നത്, ഈ ബർത്തോലിൻ ഗ്ലാൻഡ്. അപ്പം എപ്പോഴാണോ ഫീമെയിലിന് ഒരു സെക്ഷൽ ഫീലിംഗ് വരുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യും? ഈ ബർത്തോലിൻ ഗ്ലാൻഡ് ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലൂയിഡ് എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പം മെയിലിൽ സെക്ഷൽ ഫീലിംഗ് വരുമ്പോൾ ബൾബോ യുറേത്ര ഗ്ലാൻഡ് ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഫീമെയിലിൽ എന്ത് വരുമ്പം സെക്ഷൽ ഫീലിംഗ് വരുമ്പം ബർത്തോലിൻ ഗ്ലാൻഡ് ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് രണ്ടും കൂടിയാണ് എന്തിന് സഹായിക്കുന്നത്? ഈ ഈസി സെക്ഷൽ കോണ്ടാക്റ്റിന് സഹായിക്കുന്നത്. ഓക്കെ, സോ ബർത്തോലിൻ ഗ്ലാൻഡ് കാര്യമായിട്ടൊരു ഗ്ലാൻഡ് ഒന്നുമില്ല. പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ചോദിച്ചാൽ, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഈസ് ഹൈലി ഡെവലപ്ഡ് ഇൻ ഫീമെയിൽ. മറ്റേ മെയിൽ ആകെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് ആകെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ? പെനിസ് മാത്രമല്ലേ. എന്നാൽ ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പൊ നമുക്ക് പറയാം, അതായത് ഒരു ആദ്യമായിട്ട് നമ്മൾ എക്സ്റ്റേണൽ ജെനിറ്റാലിയ പറയുന്നത് ദർ ഇസ് എ കുഷൻ ഓഫ് മസിൽസ്. ഒരു മസിൽസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കുഷൻ എന്ന് അറിയില്ലേ, ഒരു പഫി ആയിട്ടുള്ള ഒരു ഏരിയ, ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് മസിൽ. അതിന് നമ്മൾ പറയുന്ന പേരാണ് മോൺസ് പ്യൂബിസ്. മോൺസ് പ്യൂബിസ് എന്ന് പറയും. ആ മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത് ഒരു എന്താണ്? കുഷൻ ഓഫ് എക്സ്റ്റേണൽ കുഷൻ ഓഫ് മസിൽസ്, മസ്കുലാർ റീജിയൻ ആണിത് മോൺസ് പ്യൂബിസ്. ഇതിന് മുകളിലാണ് ഹെയർ ഗ്രോത്ത് വരുന്നത്. അതാണ് നമ്മൾ ഇതിനെ പ്യൂബിസ് ഹെയർ എന്ന് പറയുക. സാധാരണ ജനൈറ്റൽ ഏരിയക്കാരൻ്റെ ഹെയറിനെ പ്യൂബിസ് ഹെയർ എന്ന് പറയാൻ കാരണം അതാണ്. മോൺസ് പ്യൂബിസ് എന്ന് പറയുന്ന ഭാഗം എക്സ്റ്റേണൽ കുഷൻ ഓഫ് മസിൽസ്. അത് വളരെ പഫി ആയിട്ടുള്ള ഏരിയയാണ്, മസിൽ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഏരിയ. അതാണ് മോൺസ് പ്യൂബിസ്. മോൺസ് പ്യൂബിസിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ അതിന് നടുക്കാണ് എന്തിരിക്കുന്നത്? വെജൈനൽ ഓറിഫൈസ് ഇരിക്കുന്നത്. പക്ഷേ അതിനെ ഗാർഡ് ചെയ്യുന്നത് 2 ഫോൾഡ് ഓഫ് സ്കിൻ കൊണ്ടാണ്. മോൺസ് പ്യൂബിസിനെ സപ്പോർട്ട് ചെയ്തിട്ട് 2 ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. ഫോൾഡ് ഓഫ് സ്കിന്ന്, ഒരു വലിയ ഫോൾഡും അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ ഫോൾഡും. ഈ വലിയ ഫോൾഡിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ലാബിയ മജോറ. ലാബിയ മജോറ മീൻസ് മേജർ. ലാബിയ മെജോറ. ആൻഡ് ഉള്ളിലായിട്ട് ചെറുത് കാണുന്നത് ലാബിയ മൈനോറ. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? ഒന്ന് മോൺസ് പ്യൂബിസ്. മോൺസ് പ്യൂബിസ് എന്താണ്? ദിസ് ഈസ് എ കുഷൻ ഓഫ് മസിൽസ്. മസിൽസ് ഉള്ള ഒരു കുഷൻ ഏരിയയാണ് മോൺസ് പ്യൂബിസ്. ഹെയർ ഗ്രോത്ത് ഓക്കർ ഇൻ ദ മോൺസ് പ്യൂബിസ്. ഇനി അതിന് താഴെ വെജൈനൽ ഓറിഫൈസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 2 ഫോൾഡ് ഓഫ് സ്കിൻ കാണാം. ഒരു ഫോൾഡ് പുറത്ത് കാണുന്ന ഔട്ടർ ലാർജ് ഫോൾഡിനെ നമ്മൾ ലാബിയ മജോറ എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ 2 ചെറിയ മൈനർ ആയിട്ട് കാണാം, ചെറിയ സ്കിന്നിന്റെ ഫോൾഡ് ഓഫ് സ്കിന്ന് കാണാം. അതിനെ ലാബിയ മൈനോറ എന്ന് പറയും. ഇത്രയാണ്. ഇനി ഈ വേറൊരു ഭാഗം നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ഈ ലാബിയ മജോറ മൈനോറയിലെ അതിന്റെ തുടക്കത്തിൽ കാണുന്ന ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. സ്മോൾ ഫിംഗറിനോ വലുതൊന്നുമില്ല, സ്മോൾ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ. ആ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിനെയാണ്
ക്ലിറ്റോറിസ് എന്ന് നമ്മൾ പറയും. ക്ലിറ്റോറിസ് എന്ന് പറയുന്നത് ഇതാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സെൻസിറ്റീവ് ആണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഇൻ മെയിൽ ദ മോസ്റ്റ് സെൻസിറ്റീവ് ഏരിയ ഈസ് ദ ഗ്ലാൻസ് പെനിസ്. അതുപോലെ ഫീമെയിൽ ദ മോസ്റ്റ് സെൻസിറ്റീവ് ഏരിയ ഈസ് ദ ക്ലിറ്റോറിസ്. ഇത് പെനിസുമായിട്ട് ഒരുപാട് ബന്ധത്തിനുണ്ട്. എന്താന്ന് വെച്ചാൽ പെനിസ് ഉണ്ടാക്കിയിരിക്കുന്നത് എറക്ടൈൽ ടിഷ്യൂ കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ. എപ്പോഴാണോ സെക്ഷൽ ഫീലിംഗ് വരുന്നത് ആ സമയത്ത് ഈ മസിൽസ് വളരെ റിജിഡായി നിൽക്കും. ഇതേപോലെ സെക്ഷൽ ഫീലിംഗ് വരുമ്പോൾ ഈ ക്ലിറ്റോറിസും വളരെ റിജിഡായി നിൽക്കും. അപ്പോൾ ക്ലിറ്റോറിസ് ഒരു ഇറക്ഷൻ ഉള്ള ഇറക്ടൈൽ മസിൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലിറ്റോറിസ് ഇസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് പോർഷൻ ഇൻ ഫീമെയിൽ. ഇതൊക്കെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിലുള്ളത്. External genitalia consists of first one a cushion of muscles. ആ cushion of musclesനെയാണ് നമ്മൾ മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത്. മോൺസ് പ്യൂബിസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ട് ഫോൾഡ്സ് ഓഫ് ഫോൾഡ്സ് ഓഫ് സ്കിൻ ഉണ്ട്. ഒരു വലിയ പുറത്ത് കാണുന്ന വലിയ ഫോൾഡിനെ നമ്മൾ പറയുന്നത് ലാബിയ മജോറ എന്നും, അതിനുള്ളിൽ കാണുന്ന ചെറിയ ഫോൾഡുകളെ നമ്മൾ ലാബിയ മൈനോറ എന്നും പറയും. ഇതിന് സ്റ്റാർട്ടിങ്ങിൽ എന്തുണ്ട്? ദർ ഈസ് എ ഫിംഗർ ലൈക്ക് എ സ്മോൾ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ. ആ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ് മോസ്റ്റ് സെൻസിറ്റീവ് പോർഷൻ ഇൻ ഫീമെയിൽ. അതിന്റെ പേരാണ് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ് ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് പോർഷൻ ഇൻ ഫീമെയിൽ. ഓക്കെ, ദീസ് ആർ ദ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. മൊത്തത്തിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഒരു പേരുണ്ട് കേട്ടോ. ഫീമെയിലിന്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ മൊത്തം നമ്മൾ അറിയപ്പെടുന്ന വൾവ. വൾവോ എന്നല്ല കേട്ടോ, വൾവ എന്നാ പറയാം നമ്മള്. അതായത് മൊത്തം എല്ലാത്തിനും കൂടെ ഒന്നിച്ച് പറയാം. എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഓഫ് ദ ഫീമെയിൽ കളക്റ്റീവ്ലി നോൺ ആസ് വൾവ. അതിനുള്ള ഭാഗങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറയാനുണ്ട്. ഈ വെജൈനൽ ഓറിഫൈസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈമൻ. എന്താ പറയാ? ഹൈമൻ എന്ന് പറയും. ഹൈമൻ ഈസ് എ മെംബ്രെയിൻ വിച്ച് കവർ ദ വെജൈനൽ ഓറിഫൈസ്. മുഴുവനായിട്ടല്ല, യൂറിനറി ഏരിയ വിട്ടുകൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ആ കവർ ചെയ്തിരിക്കുന്ന ഒരു സ്കിൻ ഒരു മെംബ്രെയിൻ ആണിത്. ഈ മെംബ്രെയിനെ പറയുന്ന പേരാണ് ഹൈമൻ. ഇത് പണ്ട് കാലത്ത് ഒരു ടോക്കൺ ഓഫ് വിർജിനിറ്റി ആയിട്ട് ആളുകൾ എടുത്തിരുന്നു. ടോക്കൺ ഓഫ് വിർജിനിറ്റി എന്ന് പറഞ്ഞാൽ ആളുകൾ ഈ ഒരു സ്ത്രീയില് ഈ ഫസ്റ്റ് സെക്ഷൽ കോണ്ടാക്റ്റില് ഈ ഹൈമൻ എന്ന് പറയുന്ന ലെയർ, അതായത് മെംബ്രെയിൻ പൊട്ടിയിട്ടില്ല എങ്കിൽ, മെംബ്രെയിൻ ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വിർജിൻ അല്ല എന്നും. ഇത് മെംബ്രെയിൻ ഫസ്റ്റ് സെക്ഷൽ കോണ്ടാക്ട് മാത്രമേ ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു തെറ്റായ വിശ്വാസം പണ്ടുണ്ടായിരുന്നു. ആളുകളെ ചെക്ക് ചെയ്തിരുന്നതാണത്. അതായത് എന്താണ്, ഇതൊരു ടോക്കൺ ഓഫ് വിർജിനിറ്റി ആണോ, ഈ ലേഡി വിർജിൻ ആണോ, അല്ലെങ്കിൽ അതിന് മുമ്പേ സെക്ഷൽ കോണ്ടാക്ട് നടന്നതാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളെ ടെസ്റ്റിനകത്ത് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ദിസ് ഈസ് നോട്ട് എ ടോക്കൺ ഓഫ് വിർജിനിറ്റി. ഇത് സത്യം തന്നെയാണ്. ഫസ്റ്റ് സെക്ഷൽ കോണ്ടാക്റ്റിൽ മാത്രമാണ്, പെനിസ് എൻ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഹൈമൻ ബ്രേക്ക് ആവുക. പക്ഷേ ഇത് അതുകൊണ്ട് മാത്രമല്ല, സെക്ഷൽ കോണ്ടാക്ട് കൊണ്ട് മാത്രമല്ല ഹൈമൻ ബ്രേക്ക് ആവുക. കാരണം ഇപ്പോൾ സ്പോർട്സ്, ജമ്പിങ്, അതുപോലെ മറ്റു സ്പോർട്സ് ഐറ്റംസ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പങ്കെടുക്കുന്ന റണ്ണിങ്, ജമ്പിങ്, അതുപോലെ മറ്റു സ്പോർട്സ് ഐറ്റം ഇതിലൊക്കെ വരുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹൈമൻ റപ്ചർ ചെയ്ത് പോവാം. അല്ലാതെ ഇതുകൊണ്ട് മാത്രം വിർജിൻ ആണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് നമ്മളെ ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. This is not a token of virginity, because due to many other reasons the breakage of the hymen will take place, not only the first sexual contact. So this is not a token of virginity. These are about the external genitalia. These are about we already complete the ovary, duct system, glands and external genitalia we completed. Now next one is the mammary glands.